ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ക്രാമേഴ്സ് റൂള്. ഒന്നാമത്തെ മെത്തേഡ് എന്തായാലും നമ്മൾ പഠിച്ചത് മെത്തേഡ് ഓഫ് ഇൻവേർഷൻ അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എക്സാമിന് സോൾവ് ദി ഇക്വേഷൻ യൂസിങ് ദ മെത്തേഡ് ഓഫ് ഇൻവേർഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് എടുക്കണം. ഇനി യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്ന് ചോദിച്ചാൽ ക്രാമേഴ്സ് റൂൾ എടുക്കണം. ഇനി രണ്ടും ചോദിച്ചിട്ടില്ല, സോൾവ് ദി ഇക്വേഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വേണം ചെയ്യാൻ. സോൾവ് ദ ഇക്വേഷൻ കണ്ട ഉടനെ ചാടിക്കയറി ചെയ്യരുത്, അത് നോക്കണം ഏത് മെത്തേഡാണ്, ക്രാമേഴ്സ് ആണോ ഇൻവേർഷൻ ആണോ പറഞ്ഞേക്കുന്നത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഉഷാറായിട്ടിരിക്കല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്രാമേഴ്സ് റൂളിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമാണ്, ഇത്രയും അഡ്ജോയിൻറ്റും എല്ലാം പഠിച്ച് നമുക്ക് ഇത് എളുപ്പമാണ്. ഡിറ്റ് കൊണ്ട് മാത്രമുള്ള കളിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ട് വാ. അപ്പോഴത്തേനും നമുക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഡിറ്റർമിനൻറ്റ് കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ എന്താക്കി എഴുതണം? മെട്രിക്സിൻ്റെ രൂപത്തിൽ എഴുതണം. മെട്രിക്സിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? എക്സിൻ്റെ ആൾക്കാർ ഒരു കോളത്തിലും വൈയുടെ ആൾക്കാർ ഒരു കോളത്തിലും. എക്സിൻ്റെ ആൾക്കാർ ആരൊക്കെയാണ്? 2ഉം 4ഉം. 2ഉം 4ഉം എഴുതി. ഇനി വൈയുടെ ആൾക്കാർ, വൈയുടെ മുമ്പിലുണ്ടോ മൈനസ് ഉണ്ട്, -3. അപ്പോൾ നമ്മൾ -3 എടുക്കണം. ഈ വൈയുടെ ഫ്രണ്ടിൽ ആരും ഇല്ലെന്ന് വിചാരിച്ച് 0 എന്നൊന്നും എഴുതരുതേ. വൈയുടെ ഫ്രണ്ടിൽ ആരുണ്ട്? 1 ഉണ്ട്. വൈ വെറുതെ കിടന്നാൽ അതിൻ്റെ അർത്ഥം വൈയുടെ കൂടെ 1 ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പിലൊരു മൈനസും ഉണ്ട്, അപ്പോൾ അതെന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ എ മെട്രിക്സ് കിട്ടി. രണ്ടാമത് നമ്മുടെ ആരാണ്? വേരിയബിൾസിനെ എഴുതണം. വേരിയബിൾസ് ആരാണ് ഇവിടുത്തെ? എക്സും വൈയും. അടുത്ത മൂന്നാമത് ബി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസറാണ്. ബി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എഴുതി. അപ്പോൾ നമ്മുടെ മെട്രിക്സ് AX=B എന്നുള്ളൊരു ഫോമുല ആയില്ലേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പ് വീതം തുടങ്ങാൻ പോവുക. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓക്കെ, അതിന് മുമ്പിട്ട് ഞാൻ പറയട്ടെ, വേണ്ട അല്ലെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഡിറ്റ് എ കണ്ടുപിടിക്കണം. ഈ എയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. 2 × -1 -3 × 4. അപ്പം നമുക്ക് ഡിറ്റർമിനൻറ്റ് 10 കിട്ടി. ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിറ്റ് എ കിട്ടി, 10 കിട്ടി. ഇതങ്ങോട്ട് മനസ്സിൽ വെച്ചേരെ. ഇനി നമുക്ക് എക്സും വേണം വൈയും വേണം അല്ലേ. അതല്ലേ നമ്മുടെ ഉദ്ദേശം, എക്സിനെ വൈയും കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് ഒരു ഇക്വേഷനുണ്ട്, x ഡിറ്റ് A1 ഡിറ്റ് എ. ഹയ്യടാ, ഈ A1 ആരാ? A1 ആരാന്നറിയാമോ? നമ്മൾ എയുടെ നമ്മൾ കണ്ടുപിടിച്ചു, ഓക്കെ ഫൈൻ. പക്ഷേ A1 ആരാണ്? അപ്പം A1 ആരാന്ന് നമുക്ക് നോക്കാം. A1 ആരാന്നറിയാമോ? ഇതാണ് നമ്മുടെ എ മെട്രിക്സ്. A1 എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ സ്ഥാനത്തുനിന്ന് ആളിനെ മാറ്റിയിട്ട് ഈ ബി മെട്രിക്സ് അങ്ങോട്ട് കൊടുക്കും. എന്തുവാ? A1 എന്ന് പറഞ്ഞാൽ ആരാണ്? A1 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ആളാണ് A1. എക്സ് കണ്ടുപിടിക്കാനുള്ള ആളാണ് A1. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ A1 എന്ന് പറഞ്ഞ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? ബി മെട്രിക്സ് കൊടുക്കണം. എ മെട്രിക്സിൽ നിന്ന് എക്സിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് ബി മെട്രിക്സ് കൊടുക്കണം. വൈ അതുപോണം തന്നെയാണ് എഴുതിയേക്കുന്നത് അല്ലേ. വൈക്കൊരു മാറ്റമില്ലല്ലോ, വൈ ഒരു പോണം തന്നെയല്ലേ. അപ്പോൾ പക്ഷേ എക്സിൻ്റെ ആൾക്കാരെ മാത്രം മാറ്റി. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. എക്സിൻ്റെ വാല്യൂസ് എ മെട്രിക്സിൽ നിന്ന് മാറ്റി പകരം ബി എ ഇട്ട് കൊടുക്കണം. ഓക്കെ ആണ്. ഇനി എളുപ്പമാണ്. A1 നമുക്ക് കിട്ടി. A1 എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് ഡിറ്റ് A1 കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇതിൻ്റെ ഡിറ്റ് എടുക്കണം. ഡിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 30 കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഡിറ്റ് A1 ഡിറ്റ് എ ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 30/3 10 എന്ന് കിട്ടി, നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാണ്? വൈയെ ആണല്ലേ. വൈയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എക്സിനെ കണ്ടുപിടിക്കാൻ എക്സിനെ മാറ്റി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വൈയെ കണ്ടുപിടിക്കാൻ ആരെ മാറ്റി കൊടുക്കണം? വൈയുടെ ആൾക്കാരെ മാറ്റി കൊടുക്കണം. അതായത് ഈ സെക്കൻഡ് കോളത്തിലെ ആൾക്കാരെ മാറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യേ? എ മെട്രിക്സിലെ
എ മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിലെ ആൾക്കാരെ മാറ്റിയിട്ടിട്ട് ഈ ബി മെട്രിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ -3 -1 മാറ്റിയിട്ട് 3 11 അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നോക്കിക്കാം, കണ്ട 3 11 ഇട്ട് കൊടുത്താൽ കണ്ട. എന്നിട്ട് നമ്മൾ ഡിറ്റ് A2 കണ്ടുപിടിക്കണം. ഡിറ്റ് A2 കണ്ടുപിടിക്കുമ്പോൾ 2 × 11 - 3 × 4 അങ്ങനെ നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റ് A2 ബൈ ഡിറ്റ് A, അപ്പം 10/10 1 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എക്സ് എന്നിട്ട് നമ്മൾ എടുത്തെഴുതണം. എക്സിൻ്റെ വൈയുടെ വാല്യൂ നമ്മൾ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്വേഷൻ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടും. എക്സ് ഈക്വൽ ടു ഡിറ്റ് A1 ബൈ ഡിറ്റ് A. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ y ഈക്വൽ ടു ഡിറ്റ് A2 ബൈ ഡിറ്റ് A. ഓക്കെ അല്ലേ? A1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ മാറ്റിയിട്ടിട്ട് ബി മെട്രിക്സ് കൊടുക്കുന്നതാണ് എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സിൽ വൈയുടെ വാല്യൂ മാറ്റിയിട്ട് കൊടുത്തിട്ട് ബി മെട്രിക്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ A2 എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ 2 ഇക്വേഷൻ ഉള്ളതല്ലേ നമ്മളിപ്പം പറഞ്ഞേ. ഇനി നമ്മൾ 3 ഇക്വേഷൻ ഉള്ളത് പറയുക. 3 വേരിയബിൾ ഉള്ള സാധനം പറയാൻ പോവാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ പതിവ് പോലെ എന്ത് ചെയ്തു? പതിവ് പോലെ നമ്മൾ അതിനെ മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതി. മെട്രിക്സിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതുന്നത്? എക്സിൻ്റെ ആൾക്കാരെ ആദ്യത്തെ കോളത്തിൽ ഉണ്ട്. ഇവിടെ ഉണ്ട് എക്സ് തന്നെ അടക്കുമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്. എക്സിൻ്റെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അടുത്ത് നമ്മൾ വൈയെ അടുത്ത കോളത്തിൽ എഴുതി. വൈയെ നമ്മൾ അടുത്ത കോളത്തിൽ എഴുതി 2 - 3 1. അടുത്ത് നമ്മൾ ഇസഡിനെ അടുത്ത കോളത്തിൽ എഴുതി. ഇസഡിൻ്റെ കണ്ടോ ഇസഡ് തന്നെ അടക്കുമെന്ന് വിചാരിക്കല്ലേ. ഇസഡിൻ്റെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പം ഇവിടെ 1 3 1. ഇതാണ് നമ്മുടെ എ മെട്രിക്സ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഒരു കോളത്തിൽ നമ്മുടെ വേരിയബിൾസ് എഴുതി. എക്സ് വൈ ഇസഡ് വേരിയബിൾസ് എഴുതി. പിന്നെ ഈക്വൽ ടു നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ബി മെട്രിക്സ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനിയാണ് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ആരംഭിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റ് A കണ്ടുപിടിക്കണം. ഇതല്ലേ നമ്മുടെ എ മെട്രിക്സ്. ഡിറ്റ് A കണ്ടുപിടിച്ചു. സെറ്റ്. അടുത്തതായി നമ്മളപ്പോൾ ഓർക്കണം എക്സ് ഈക്വൽ ടു മോഡ് A1 മോഡല്ല ഡിറ്റ് A1 ബൈ ഡിറ്റ് A. അടുത്ത y എന്ന് പറഞ്ഞാൽ ഡിറ്റ് A2 ബൈ ഡിറ്റ് A ആണ്. അടുത്ത ഇസഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുമായിരിക്കും? ഡിറ്റ് A3 ബൈ A ആണ്. A3 എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ഇസഡിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് കൊടുത്തിട്ട് ബി മെട്രിക്സ് കൊടുക്കുന്നതാണ്. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഡിറ്റ് A1 കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഡിറ്റ് A കണ്ടുപിടിച്ചു. നമ്മൾ A കണ്ടുപിടിച്ച് എഴുതി. ഇനി അടുത്ത് നമ്മൾ A1 മെട്രിക്സ് എഴുതണം. ആദ്യമേ A1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 2 1 മാറ്റിയിട്ട് ഈ 6 2 3 ഇട്ട് കൊടുക്കണം. ഇല്ലേ? എക്സിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് ബി മെട്രിക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഡിറ്റും കണ്ടുപിടിച്ചു. -11 തന്നെ കിട്ടി. അപ്പം നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു ഡിറ്റ് A1 ബൈ ഡിറ്റ് A. -11 ബൈ -11 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അടുത്ത നമ്മുടെ A2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു? അടുത്ത നമുക്ക് y കണ്ടുപിടിക്കണം അല്ലേ? എക്സ് കണ്ടുപിടിച്ചു, സെറ്റാക്കി വെച്ചു. അടുത്ത് നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിറ്റ് A2 ബൈ ഡിറ്റ് A. ഡിറ്റ് A നമ്മുടെ കയ്യിലുണ്ട്. ഡിറ്റ് A2 എന്ന് പറയുമ്പം A2 മെട്രിക്സ് ആദ്യമേ ഉണ്ടാക്കണം അല്ലേ? A2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈയുടെ സ്ഥാനത്തുള്ള ആൾക്കാരെ മാറ്റിയിട്ട് ബി മെട്രിക്സ് കൊടുക്കണം. വൈയുടെ സ്ഥാനത്തുള്ള ആൾക്കാരെ മാറ്റിയിട്ട് ബി മെട്രിക്സ് കൊടുത്ത്. ഓക്കെ ആണ്. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. നമുക്ക് A2 കിട്ടും. അത് നമുക്ക് -11 കിട്ടി. അപ്പം -11 പിന്നെ അപ്പം നമുക്ക് y കണ്ടുപിടിക്കാം. ഡിറ്റ് A2 ബൈ ഡിറ്റ് A. -11 ബൈ -11. അപ്പം നമുക്ക് 1 എന്ന് കിട്ടി. ഇനി അടുത്ത A3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് ഈ എ മെട്രിക്സിൽ നിന്ന് ഇസഡിൻ്റെ ആൾക്കാരെ മാറ്റിയിട്ട് പകരം ബി മെട്രിക്സ് ഇട്ട് കൊടുത്തു. 6 2 3 ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് A3 കിട്ടും. A3 കിട്ടിയല്ല? A3 നമുക്ക് എത്ര കിട്ടി? -11 എന്ന് കിട്ടി. നോക്കിക്കോ, -11 എന്ന് കിട്ടി. പിന്നെ ഇസഡ് കണ്ടുപിടിക്കാൻ ഡിറ്റ് A3 ബൈ ഡിറ്റ് A.
ഡിറ്റ് എ എത്ര കണ്ടുപിടിച്ചു -11/-11. അപ്പോൾ നമുക്ക് 1 കിട്ടി. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വൈയുടെയും ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച എന്താണ് ക്രാമേഴ്സ് റൂളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യമേ ക്രാമേഴ്സ് റൂളിൻ്റെ ഇക്വേഷനെ മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതണം. രണ്ടാമത് നമ്മൾ ആ എ മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ അതിനകത്തുനിന്ന് എക്സിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറ്റ് A1/ഡിറ്റ് A എന്നാണ്. ഡിറ്റ് A1 എന്ന് പറഞ്ഞാൽ ആരാണ്? മെട്രിക്സിന് എക്സിനെ മാറ്റി ബി മെട്രിക്സ് കൊടുക്കുന്നതാണ് A1 എന്ന് പറയുന്നത്. A2 എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ വേണ്ടി ഡിറ്റ് A2/ഡിറ്റ് A ആണ്. A2 എന്ന് പറഞ്ഞാൽ ആരാണ്? വൈയുടെ ആളിനെ മാറ്റിയിട്ട് ബി മെട്രിക്സ് ഇട്ട് കൊടുക്കുന്നതാണ് A2 എന്ന് പറയുന്ന മെട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഡിവൈഡ് ബൈ ഡിറ്റ് A, യഥാർത്ഥ മെട്രിക്സ് എ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇനി ഇസഡ് കണ്ടുപിടിക്കാൻ ഡിറ്റ് A3/ഡിറ്റ് A3 എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ സ്ഥാനത്ത് മാറ്റിയിട്ട് നമ്മുടെ ആരെ ഇട്ട് കൊടുക്കണം? ബി മെട്രിക്സ് ഇട്ട് കൊടുക്കണം. ഇസഡിൻ്റെ വാല്യൂ മാറ്റിയിട്ട് ബി മെട്രിക്സ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഡിറ്റ് A3 കിട്ടും. ഓക്കെ, സെറ്റല്ലേ? എളുപ്പമല്ലേ ഇത് നമുക്ക് 15 മാർക്കും ചോദിച്ചാൽ എളുപ്പമായിട്ട് എഴുതിക്കൂടെ? അപ്പം വെറുതെ കളയിൽ 15 മാർക്ക് കേട്ടോ. അപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് ഓർത്തിട്ടിരിക്കേണ്ട കാര്യം, ഇക്വേഷനുള്ള സാധനത്തിനല്ല ഇക്വേഷൻ എഴുതണം. അതായത് നമ്മൾ എ ഇൻവേഴ്സിൻ്റെ മൊത്തത്തിൽ പറയുവാണേ, മെട്രിക്സിൻ്റെ മൊത്തത്തിലുള്ള കാര്യം പറയാം. ഇപ്പം എ ഇൻവേഴ്സിൻ്റെ ഇത് കണ്ടുപിടിക്കുക. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/ഡിറ്റ് A ഇൻറ്റു അഡ്ജ് ചെയ്യുക, അതൊക്കെ എഴുതണം. അതുപോലെ ഇതിനകത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിറ്റ് A1/ഡിറ്റ് A, അങ്ങനത്തുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മസ്റ്റായിട്ട് എഴുതണം. മറക്കേ ചെയ്തതൊന്നും എഴുതാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വേറൊരു ക്വസ്റ്റ്യനും ഇട്ടിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. പിന്നെ ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ഏതെങ്കിലും, ഈ 3 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.